ഹലോ ഡിയാസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ഡേ മൈ ലൈഫാണ്. അപ്പം രാവിലെ ഉറക്കം എണീച്ചിട്ടുണ്ട്, 8 മണിയായിട്ടുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാൻ ഉറക്കം എണീച്ചുകൊണ്ട് എൻ്റെ റൂമാണ് ആദ്യം ക്ലീൻ ചെയ്യുന്നത്. അതിനുശേഷമേ ഞാനൊന്ന് ഫ്രഷ് ആവത്തുള്ളൂ. ഞാൻ റൂമെല്ലാം ക്ലീൻ ചെയ്തു, ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടു. പിന്നെ അവിടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നൈറ്റല്ലേ, എന്തെങ്കിലും മൂവ്, അതൊക്കെ തലവേദനയുടെ മരുന്നൊക്കെ ഞാൻ ഇങ്ങനെ ബെഡിൻ്റെ സൈഡിൽ വെക്കും, അതൊക്കെ എടുത്ത് വെച്ചു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പല്ല് തേക്കാൻ പോയി. ഏറ്റവും വലിയ പരിപാടിയാണല്ലോ പല്ല് തേപ്പ്. രാവിലെ എണീച്ച് പല്ല് തേച്ചു. പല്ലൊക്കെ തേച്ചതിന് ശേഷം പിന്നെ മുകളിലാണെങ്കിൽ എല്ലാം വൃത്തിയാക്കിയിട്ടിട്ട് വന്നു കഴിഞ്ഞാൽ താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മുകളിലോട്ട് കയറണമെന്ന് വെച്ച് രാവിലെ തന്നെ ഒന്നും കഴിക്കുന്നതിന് മുന്നേ അതെല്ലാം ചെയ്തതിന് ശേഷമേ താഴോട്ട് ഞാൻ വരത്തുള്ളൂ. അത് കുളിക്കാൻ മാത്രമേ ഞാൻ പിന്നെ കയറാറുള്ളൂ. പിന്നെ അവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരി, എന്നും അടിച്ച് വാരേണ്ട ആവശ്യമൊന്നും അവിടെ ഇല്ല. അങ്ങനെ ആരും അങ്ങനെ കയറുന്നൊന്നുമില്ല. ഞാനും പിന്നെ അവിടെ ഇക്കായി മാത്രമേ കയറാറുള്ളൂ. അത് വലിയ കൊച്ചു പിള്ളേരൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ എന്നും തൂക്കൊണ്ടൊന്നും വരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് മാത്രം അടിച്ച് വാരിയാൽ മതി. ആഴ്ചയിൽ 3-4 പ്രാവശ്യം അടിച്ചൊക്കെ വാരിയാൽ മതി. അതൊക്കെ കഴിഞ്ഞതിന് നമുക്കിനി താഴോട്ട് പോകണം. അപ്പം ഞാൻ മുകളിലൊന്ന് അടിച്ച് വാരി എൻ്റെ റൂമിൽ ഒന്ന് ബെഡൊക്കെ ഒന്ന് റെഡിയാക്കി ഇനിയിപ്പം മുടി കെട്ടുക, താഴോട്ട് പോവുക. നമുക്കിനി ആ പരിപാടിയിലോട്ട് പോകാം. അപ്പം എല്ലാവരും എന്നോട് ചോദിക്കുമായിരുന്നു സ്കിൻ കെയർ ചെയ്യുന്നുണ്ടെന്ന്. ഞാനങ്ങനെ സ്കിൻ കെയർ ഒന്നും ചെയ്യാറില്ല. രാവിലെ ഒന്നും എനിച്ചങ്ങനെ ചെയ്യാറൊന്നുമില്ല. പിന്നെ എനിക്ക് മൂടുള്ള ടൈമിൽ ഞാൻ ചെയ്യും. അത് എപ്പോഴൊന്നും അങ്ങനെയൊന്നുമില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നൊന്നുമില്ല. പിന്നെ സൺക്രീം ഇട്ടിട്ടാണ് ഞാൻ താഴോട്ട് ഇറങ്ങുന്നതെന്ന്. ഞാൻ താഴെ ഭയങ്കര വെയിലല്ലേ, പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പം വെയിൽ കൊള്ളുമെന്ന് വെച്ചിട്ട് സൺക്രീം എന്തായാലും ഇടും. സൺക്രീമും ഇടും, ലിപ് ബാമും ഇടും. ചുണ്ട് നല്ലതായിട്ട് ഒരുമാതിരി ആവുന്നുണ്ട്. അതിപ്പം ലിപ് ബാമും സൺക്രീം ഇട്ടിട്ടാണ് ഞാൻ പുറത്തോട്ട് തന്നെ ഇറങ്ങുന്നത്. അത് സ്കിൻ കെയർ ആയിട്ട് കൂട്ടണ്ട, ഞാൻ സ്കിൻ കെയർ ചെയ്യാറില്ല. പിന്നെ അതൊക്കെ ചെയ്തു താഴോട്ട് പോയി. താഴോട്ട് പോവാം. അവിടെയൊക്കെ രാവിലെ തന്നെ ജോലിക്ക് പോകുന്നതുകൊണ്ട് അവൾ നേരത്തെ ഉറക്കം എണീക്കും. എന്നിട്ട് താഴെ കുറച്ച് ജോലിയൊക്കെ ചെയ്ത് വെക്കും. എനിക്കങ്ങനെ നല്ല ജോലിയൊന്നും ഉണ്ടാവില്ല, കുറച്ച് ജോലി മാത്രമേ ഉണ്ടാവാറുള്ളൂ. ജോലി എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, ഈ ഉള്ളി അരിയിൽ അത് മാത്രമേ ഉള്ളൂ. വീട്ടിൽ ഫുഡൊക്കെ ഉമ്മ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഞങ്ങളെല്ലാം സഹായിച്ചു കൊടുക്കും. അങ്ങനെ അവൾ രാവിലെ തന്നെ താഴെയൊക്കെ തൂത്തുവാരിയൊക്കെ ഇട്ടു. എനിക്ക് രാവിലെയാണ് പാല്. ഞാൻ രാവിലെ പാലൊക്കെ കുടിച്ചു. കുറച്ച് ഉള്ളി അരിയാനുണ്ട്, കുറച്ച് ഉള്ളി അരിഞ്ഞു കൊടുത്തു. ചിക്കനും നെച്ചോറുമാണ്. അപ്പം നമുക്ക് രാവിലെ കുറച്ച് ഉള്ളി അരിയാം. കുറച്ച് അവൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കുറച്ച് എനിക്കുണ്ട്. നമുക്ക് അരിഞ്ഞു
പൊടിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ ചിക്കൻ കഴുകാൻ പോയി. പിന്നെ അവൾ ആ ഉള്ളി അരിയുവാണ്. അപ്പം ആ ചിക്കനൊക്കെ കഴുകി പിന്നെ ഉമ്മ വന്ന് അത് എന്തോ മിക്സിയിലിട്ട് അരച്ച് മാറി. പിന്നെ ഉമ്മ കറീൻ്റെ പരിപാടിയിലോട്ടായി. പിന്നെ നമുക്ക് തറ പരിപാടിയൊന്നുമില്ല, കറിയൊക്കെ ആയല്ലോ രാവിലെ തന്നെ. ഇവിടെ അമ്മ ചിക്കൻ കറി വെക്കുവാണ്. പിന്നെന്താ ഇരിക്കുന്ന പാത്രം നോക്ക്. ഇടും, ഞാൻ ഇടും. ഇടും. വാ നമുക്ക് ഇഡലി വെക്കാം. വാ അപ്പം ഞങ്ങളെ ജോലിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ കറി ആയിട്ടില്ലായിരുന്നു, അതിന് മുന്നേ പോയി ഇഡലി എടുത്തോണ്ട് വന്ന്. അമ്മ സാമ്പാർ വയ്ക്കാമെന്ന് പറഞ്ഞു. സാമ്പാർ വേണ്ടാന്ന് വെച്ചു. ഇവിടെ ചിക്കൻ കറി ചിക്കൻ കറി ആയില്ല. അമ്മ ഇഡലിക്ക് ഇടുന്നൊരു പൊടി ഉണ്ടല്ലോ, ആ പൊടി അങ്ങോട്ട് കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് രണ്ടും ഇഷ്ടമായില്ല. ഞങ്ങൾ രണ്ടുപേരും അവൾ കഴിച്ചൊന്ന്, ഞാനതുപോലെ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് പിന്നെ അമ്മ ചിക്കൻ കറി വെച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ കഴിക്കാനായിട്ട് രാവിലെ കാപ്പിടിയൊക്കെ കഴിഞ്ഞ് പിന്നെ കിച്ചണിൽ അരിഞ്ഞു കൊടുക്കാനുള്ള ജോലിയൊക്കെ കഴിഞ്ഞ് എനിക്ക് കുറച്ച് ഉള്ളി അരിയാനേ ഉള്ളായിരുന്നു. അപ്പോൾ അവൾ കുറച്ച് ഉള്ളിയൊക്കെ കഴിഞ്ഞ് അതിന് മുന്നേ ഞാൻ വരുന്നതിന് മുന്നേ അപ്പോൾ അതെല്ലാം സെറ്റാക്കി. ഇനി ഉമ്മ ഫുഡ് ഉണ്ടാക്കിയാൽ മതി, നമ്മളെല്ലാം ഫുഡ് ഉണ്ടാക്കുന്നത്, ഉമ്മയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ബാക്കിയെല്ലാം നമ്മൾ ചെയ്തെടുത്തിട്ട് ഞാനിവിടെ ഇരിക്കും. ലവളവിടെ കിടക്കുമായി. ഇനിയിപ്പം എനിക്ക് കുളിക്കണം, കുറച്ച് പരിപാടി ഇനിയുണ്ട്, ഇനി ബാക്കിയുണ്ട്. അപ്പം ഉമ്മ കിച്ചണിൽ ചിക്കൻ കറി വയ്ക്കുവാണ്. നമ്മളെ കൊണ്ട് ചിക്കൻ കറി വയ്ക്കാത്തതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ കിച്ചണിൽ കയറത്തെ, ഇല്ലെങ്കിൽ ഞങ്ങളും കയറും. അവൾ വ്ളോഗ് ആണ്, ഇവിടെ റെസ്റ്റ് ആണ് അവൾക്ക്. ചുമ്മാ ഞങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു എത്ര മണിയായി? 9:15 ഒരു റെസ്റ്റ് ഉണ്ട്. അവള് കിടപ്പും എനിക്ക് ഇരിപ്പുമാണ്. ഞാൻ 8 മണിക്കാണ് എണീക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എന്ന് വെച്ചാൽ നോക്കട്ടെ, ചിക്കൻ കറി ആയിക്കൊണ്ടിരിക്കുവാണ്. ഇഡലിയുണ്ട്, ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് വറക്കണം. തുമ്മെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒന്ന് വൃത്തിയാക്കാൻ മാത്രം കയറും. പിന്നെ ജോലിയൊന്നുമില്ല, ഇവിടെ ഇരിപ്പ് തന്നെയാണ്. ഇഡലിയിൽ കറിയില്ലാത്തതുകൊണ്ട് കഴിച്ചിട്ടില്ലായിരുന്നു, ഞാൻ കൊണ്ടങ്ങ് വെച്ച്. അപ്പം ഉമ്മ കറിയാക്കി ഇഡലി തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇഡലി പിടിക്കാൻ പറ്റും. ഇഡലി വേണോ? വേണ്ടേ? ഞാൻ പോയി കഴിക്കട്ടെ. ഇല്ല, അത് കൊള്ളാം. ഇത് ഞാൻ ഇടും, ഉറപ്പ്, ഷുവർ ഇടും. ഇന്നത്തെ കറി കിട്ടിയില്ല. അപ്പം നമുക്ക് കറി സെറ്റാക്കി പിന്നെ ഇരിക്കാം. വെള്ളമല്ലേ ടൈം പോണില്ലല്ലേ? മതി, കൊള്ളാം. 11 മണിയായിട്ടുണ്ട്. വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കിടപ്പ് തന്നെയാണ്. ഉമ്മ അവിടെ ചോറ് വയ്ക്കുവാണ്. ചോറ് വയ്ക്കാൻ വല്ല പരിപാടിയൊന്നും ഇല്ലല്ലോ, അരിയും കൊണ്ട് വെള്ളത്തിലിട്ടാൽ മാത്രം, വെള്ളത്തിലല്ല അടുപ്പിലോട്ട് വെച്ചാൽ മതിയല്ലോ കഴുകിയിട്ട്. അപ്പം വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ കിടക്കുന്നു. അവളവിടെ ഉറങ്ങുന്നു. അവൾ 6 മണിക്ക് എണീക്കും. അപ്പം അതുകൊണ്ട് അവൾ കിടക്കും. ഈ ടൈമൊക്കെ ആകുമ്പോൾ അവൾ ഉറങ്ങും. എന്നിട്ട് അവൾ ഫുഡ് കഴിക്കുക, എനിക്ക് അവൾ രാവിലെ കുളിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് അവൾ റെസ്റ്റ് ആവും. ഇനിയിപ്പം എനിക്ക് കുളിക്കണം. കുളിച്ച് ഇങ്ങനെ കുറച്ച് പരിപാടി. കിച്ചണിൽ കുറച്ച് ചാമ്പയ്ക്ക ഇരുന്ന് ഞാൻ ആ ചാമ്പയ്ക്കയും കഴിച്ചിട്ട് അത് ഉമ്മടുത്തുനിന്ന് ഡാവടിക്കുക. അതാണ് ഈ ചിരി എല്ലാം കഴിഞ്ഞു. റൈസ് കുക്കറിൽ ഇരിക്കുന്നു. മാങ്ങ ചരട്ട് വെച്ചിരിക്കുന്നു. പിന്നെ പൊരിക്കാൻ ചിക്കൻ,
എന്താ ചിക്കൻ കറി സെറ്റല്ല. ഇനി വേറെ പരിപാടിയൊന്നുമില്ല. എല്ലാം കഴിഞ്ഞ് ഇനി ഫുഡ് കഴിക്കണം. എല്ലാം റെഡി ആയിട്ടുണ്ട്. താഴെ എല്ലാം റെഡി ആയിരിക്കുകയാണ്. പിന്നെ ഫുഡ് കഴിച്ചാൽ മതി. ഫുഡ് കഴിച്ചിട്ട് ചെറുക്കും. ഇനി അങ്ങോട്ട് എന്തൊക്കെയാണെന്ന് കാണാം. ഇത് തന്നെ ഉച്ചക്കത്തെ പരിപാടി പൊളിയൊക്കെ കഴിഞ്ഞ് ഇത് തന്നെ ഉള്ളൂ. ആണോ? അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ്. നമ്മൾ ചോറിടക്കാണ്. അച്ചാറാണ് ഗൈസ്, സെൽഫി ഉണ്ടാക്കിയ അച്ചാർ. ഞാൻ തന്നെ ഉണ്ടാക്കിയത്. ചോറൊക്കെ ഞാനാണ് എടുത്ത് കൊടുത്തത്. അപ്പോൾ അവൾ എന്തൊക്കെയോ എന്നെ പറഞ്ഞ് ഞാൻ അവളെ കൂടെ കിടന്ന് ചിരിക്കുന്നുണ്ട്. പിന്നെ അച്ചാറിന് ഭയങ്കര എരിയായിരുന്നു കേട്ടോ. നല്ല ചോറൊക്കെ ആയിരുന്നു. തന്നെ ചോറൊക്കെ കഴിച്ചു. ഞാനും അവളും കഴിച്ചു. പിന്നെ എരി സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് ഐസ്ക്രീമും എടുത്ത് കുടിച്ചിട്ട് ഞാൻ ഉച്ചയുറക്കത്തിനായിട്ട് മുകളിലേക്ക് വന്നു. അപ്പം ഞങ്ങൾ ഉറക്കമൊക്കെ എണീച്ചു. 5 മണിയായിട്ടുണ്ട്. ഇനി ചായ കുടിക്കാൻ വേണ്ടി താഴോട്ട് പോവാം. ഭയങ്കര ചൂടാണ്. നിങ്ങളവിടെയൊക്കെ ചൂടുണ്ടോ? ഭയങ്കര ചൂട്.
അമ്മ ഇപ്പം ചായ കൊണ്ട് തന്നിട്ടുണ്ട്. കട്ടനാണ് ഞാൻ ഈവനിങ് കുടിക്കുന്ന. അന്നോ ഇത് ഫുള്ളുണ്ടോ? ഞങ്ങളിങ്ങനെ ഈവനിങ് ഒന്നിങ്ങനെ പുറത്തിരിപ്പാണ് ഞങ്ങളെ ജോലി. പിന്നെ ഒരു 6 മണിയാകുമ്പോൾ ഞങ്ങളകത്ത് അല്ലേ മുമ്പി ഹോസ്റ്റാണ് ഇവിടെ. എന്ത് നൈസ് ഇങ്ങനെ ഇരിക്കുന്നേ? എന്ത് പറ്റി? എന്ത് പറ്റി? വാപ്പ എന്നെ വിളിക്കാതെ പോയെന്ത്? ഞാൻ വരാൻ നിൽക്കായിരുന്നു അങ്ങോട്ട്. ഓ എന്ത് മുബീതാ മുട്ടായി കളിക്കുന്നു. മുട്ടായി ചെല്ലേ കപ്പലുണ്ടായിരുന്നു മുട്ടായി കുട്ടിയാ കുട്ടി കാണീരി കാണീരി. നൈസിന് കിട്ടിയ മുട്ടായി ഓടി വാ കാണിച്ചാ. താന്നു മിസ് ചെയ്യുന്നു അപ്പാക്ക്. ആറ് മണി ആയിട്ടുണ്ട്, ബാങ്ക് വിളിക്കാൻ സമയമായി. അപ്പം എല്ലാവരും നിസ്കരിക്കാൻ പോണേ. എനിക്ക് നിസ്കരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പം അവരെല്ലാം നിസ്കരിക്കാൻ പോയി. ഓ അത് തെർമോക്കോൾ ആയതുകൊണ്ടാണ്. ചോറ് വയ്ക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല. ഡയറി മിൽക്ക് കഴിച്ചു. ചൂടുള്ളൂ. ഡയറി മിൽക്ക് എടുത്തേക്ക്. അത് തന്നെ നമുക്ക് വാപ്പ സിപ്പപ്പ് മേടിച്ചു തന്നിട്ടുണ്ട്. എന്നാ മൂവി സിപ്പപ്പ് എനിക്ക് 2 സൂപ്പായി. അപ്പം ഇന്നത്തെ ഒരു ഡേ എന്താണെന്നുള്ളത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പം ഞാനെന്താ ഒരു ദിവസം എന്തൊക്കെയാണ് വീട്ടിൽ കാണിക്കുന്നത്, ഇക്കാൻ്റെ വീട്ടിൽ എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്, അതാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ കിടന്നുറങ്ങണം. ഇനിയൊന്നുമില്ല, കിടന്നുറങ്ങണം. ഒരു സിപ്പ് കുടിക്കാനുണ്ട്, അതും കുടിച്ചിട്ട് കിടന്നുറങ്ങണം. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.